കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി എന്താണ്, ഇപ്പോൾ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്തും കുറേ അധികമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇറ്റ് വാട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ പോലും ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിയായിക്കോട്ടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. കാരണം ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു അവസ്ഥയിലാണ്, ഒരു ടയർഡപ്പ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. കൂടുതൽ പേരും ഇവിടെ ഒരു സെപ്പറേഷൻ, കുറച്ച് പേരൊക്കെ സെപ്പറേറ്റഡ് ആയിരിക്കും, പക്ഷെ കൂടുതൽ പേരും റിലേഷൻഷിപ്പിലുണ്ട്. പക്ഷെ പഴയതുപോലെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ഒരു ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥ. കാരണം ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ പഴയതുപോലെയുള്ള ഒരു സമയമോ കമ്മിറ്റ്മെന്റോ ഒന്നും തരാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഒരു വിഷമമുണ്ട് ഇവിടെ എന്ന് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കെയറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള അത്തരം ഒരു ഭയങ്കരമായിട്ടുള്ള അത്തരം കെയറിങ്ങും ഒക്കെ സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. രണ്ടുപേരും ഒരുപോലെ തന്നെ ജെനുവിൻ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കായിക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വ്യക്തിയായിക്കോട്ടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കണം എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് അത്യധികമായിട്ടുള്ള ഒരു സ്നേഹമാണുള്ളത്. ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഒരു ഓവർ ഫ്ലോയിങ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളോട് അവർക്ക് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. തിരികെ റിലേഷൻഷിപ്പിലേക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. ഒരു എന്നാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു തുറന്ന സംസാരത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയവും സാഹചര്യവും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അത്തരം ഒരു സാഹചര്യമുള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റ്മെന്റ് ചിലപ്പോൾ ഒരാൾക്കായിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ടൊരു കമ്മിറ്റ്മെന്റും സ്നേഹവും ഒന്നും തുടക്കത്തിലുള്ള പോലെ ആവാത്തതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഒരു പിണക്കം പോലെ വന്നിട്ടുള്ളവരും ഉണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ഒരു സ്ട്രെങ്തോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ടൈഡപ്പ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നൊരു മോചനം വേണമെന്നും നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. തിരിച്ചും ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയത്ത് അവർ അത്ര അധികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ റീസൺ അറിയാമായിരിക്കാം. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നത്, ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ. അതായത് നിങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇത്ര ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടപ്പാടിലാണ്. പല രീതിയിൽ നോക്കുമ്പോൾ പല രീതിയിൽ അവർ ഒരുപാട് ഭയങ്കരമായിട്ടൊരു റെസ്പോൺസിബിൾ ലൈഫാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാവും. അത് തന്നെയല്ല, നിങ്ങളെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാനും സാധ്യമല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയിലാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് അതിൽ കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ ഈ ഒരു വിഷയം കൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് ചെറിയൊരു പിണക്കം വന്നിട്ടുള്ളത് പോലും. കാരണം എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടും തുറന്നു പറയാൻ ശ്രമിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ അത് തുറന്നു പറയാൻ വന്നിട്ട് അത് പകുതി പറയാണ്ട് വരുന്നൊരവസ്ഥ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഹൈഡ് ചെയ്യുന്നത്, എന്താണ് മറച്ചു പിടിക്കുന്നത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടാവാം. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറേ പേരെങ്കിലും ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് പിണങ്ങി നിൽക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവരുടെ അവസ്ഥയും ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങളോട് പഴയ പോലുള്ള ഒരു അതിൽ പഴയതിനേക്കാൾ ഉപരിയായിട്ടൊരു സ്നേഹം ഉള്ളിലുണ്ട്. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലാണ്. ചുറ്റിനും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഒരു രീതിയിലും ഒരു ദിവസം പോലും ഒരു രീതിയിലും ഒരു ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടാവുന്നില്ല.
നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴോ ഒക്കെ തന്നെ ഒരു ഭാരം കുറഞ്ഞ പോലെയുള്ള ഫീലൊക്കെ അവർക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് അതുപോലും സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയതുപോലെ തന്നെ സ്ട്രെങ്തോട് കൂടി തന്നെ അല്ല അതിലുപരിയായിട്ട് ഒരു സ്ട്രെങ്തോട് കൂടി തന്നെ റിലേഷൻഷിപ്പ് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ ഒക്കെ ഒരുപാട് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിലും അവർക്ക് നിങ്ങളെ ഒരുപാട് വാല്യുബിൾ ആയിട്ട് തന്നെ കാണുന്നവരാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പക്ഷെ അവർ തിരിച്ചറിയ ഒരു കാര്യം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈമും കമ്മിറ്റ്മെൻറ്റും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ നിന്നൊരു മാറ്റം വന്നേനെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാടായിട്ടുള്ള ഒരു ടയർഡപ്പ് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് അവർ പോകുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് പോലും ഒരു കരുതലും സ്നേഹവും അല്ലെങ്കിൽ ഒരു കെയറോ ഒന്നും തന്നെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ചുറ്റും ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും അവിടെ നിന്നും തന്നെ ഒരു സന്തോഷമോ ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. ഒരു ഒന്ന് ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥ. ഒരുപാട് പേരുണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുക. അതുപോലെ തന്നെ ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു അവസ്ഥയൊക്കെ തന്നെ മാറാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നതാണ് ദ വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാനുള്ളൊരു പോസിബിലിറ്റി ഇവിടെ റീഡിങ്ങിൽ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യം ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലാണെങ്കിലും അവരുടെ ഇടയിലാണെങ്കിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു കുറേ പേർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് മൂന്നാമതൊരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് ഒരു കുറേ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ കാരണം ഇതായത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ തന്നെ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു കാര്യത്തിൽ ഒരു മൂന്നാമതൊരാൾ കടന്നു വരികയും അവരുടെ വാക്ക് വിശ്വസിച്ച് മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം. മേ ബി അതുവഴി ഒരു ബേർഡൻ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. സോ അത്തരം ഒരു കാര്യത്തിലൊക്കെ തന്നെ എന്തിനാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൂടുതൽ പേർക്കും ഇവിടെ ഒരു ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളാണ്. കുറച്ച് പേർക്ക് ഒരു വ്യക്തിയായിരിക്കാം. ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി വഴി വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസും അങ്ങനെ ആവാം. കൂടുതലും അത്തരമൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എന്നാലും അതിനൊക്കെ ഒരു ചേഞ്ച് വരാനും ഒരു ന്യൂ ബിഗിനിങ് വരാനും ഉള്ളൊരു സാധ്യതയാണ് വേൾഡ് കാർഡിലൂടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന 2 കാർഡ്സാണ്. പേഷ്യൻസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്കൊരു പേഷ്യൻസോട് കൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ഡെഡപ്പായിട്ടുള്ളൊരു അവസ്ഥയാണ്. മേ ബി നിങ്ങളും ഇങ്ങനെ ആയിരിക്കണം. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഒരു അവസ്ഥ ചേഞ്ച് ആകുമെന്ന് നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കാം. സോ അവരും അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെ അറ്റ് ദ എൻഡ് ഇതിനൊരു ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിനൊക്കെ അവസാനം ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവരിപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എത്രത്തോളം സ്ട്രഗിൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സിലൊരു ഹോപ്പ് ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കും അവരുടെ മനസ്സിലുള്ള ഒരു എയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്നാവണം, കൂടിച്ചേരണം, ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ അവരുടെ ഒരു എയിം ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ തന്നെ ഓവർകം ചെയ്യണം. കാരണം ഫൈനലി ഒന്ന് ചേർന്ന് മുന്നോട്ട് നല്ലൊരു ജീവിതം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങൾക്കൊന്നും തന്നെ വിഷമിച്ച് നിൽക്കാണ്ട് അതിനെ ഫൈറ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു തോട്ട്സ് അവർക്ക് വരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കാം. അതുകൊണ്ട് അവിടെ ഒരു പേഷ്യൻസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റ് എന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു വിശ്വാസം ഉണ്ട് അവർക്ക്. സെയിം മീനിങ് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഒരു ട്രസ്റ്റോട് കൂടി തന്നെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. പ്രതീക്ഷയോടു കൂടി ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെങ്കിലും കുറച്ച് സ്ലോ പ്രോഗ്രസ് ആയിരിക്കാനുള്ളൊരു സാധ്യത. കാരണം ഇപ്പോഴും അവരായിക്കൂടെ നിങ്ങളെക്കൂടെ ഒരു ടൈഡപ്പ് സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. എന്നാലും ഒരു സ്ലോ പ്രോഗ്രസ് ആണെങ്കിൽ കൂടിയും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. ഇനി ഉണ്ടാവുന്ന ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സിനെ ഹാപ്പിയാക്കി വെക്കേണ്ടതായിട്ടുള്ള നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയുള്ള ഒരു ലൈഫ് ആയിരിക്കും നിങ്ങളെ തേടി എത്തുന്നത്. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ റീഡിങ്ങിൻ്റെ എൻഡിങ്ങിൽ പറയാനായിട്ട് സാധിക്കുന്നത്.